അക്ബർ വിവാഹം കഴിഞ്ഞ് 3 വർഷത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ വീട്ടിലെ എല്ലാവരും എയർപോർട്ടിൽ അവനു വേണ്ടി കാത്തുനിന്നു. അവൻ്റെ 2 വയസ്സുള്ള മകളുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഭാര്യയായ ഷഹാനയെ അവൻ തേടി. അവളെ അവൻ കണ്ടില്ല. അവൻ അസ്വസ്ഥനായി. വീട്ടുകാരെ എല്ലാം കണ്ട് അവൻ ഫാത്തിമയെ എടുത്തപ്പോൾ അവൾ ഒച്ചത്തിൽ കരഞ്ഞു. അവൻ്റെ ഇത്താത്തയായ റഹനയോട് അവൻ ചോദിച്ചു, "എവിടെ ഷഹാന? അവൾ വന്നില്ലേ? ഫാത്തിമയെ എന്തിനാ അവൾ ഒറ്റയ്ക്കയച്ചത്? അവൾ കൂടെ ഇല്ലേ?" റഹന പറഞ്ഞു, "നീ വിഷമിക്കണ്ട. അവൾ വീട്ടിൽ നിന്നെ കാത്തിരിക്കുകയാണ്. നിനക്കുള്ള ഭക്ഷണം അവൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും." അക്ബർ ഒന്നും മിണ്ടിയില്ല. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അക്ബർ വണ്ടിയിലിരുന്ന് ഫാത്തിമയായും കളിച്ചു. അവൾ അവളുടെ ഉപ്പ ചെയ്യുന്ന ഓരോ ഗോഷ്ഠികൾ കണ്ട് ചിരിച്ചു. എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടായിരുന്നു. ഷഹനക്കൊന്ന് വരാമായിരുന്നു. 3 വർഷമായില്ലേ ഞാൻ അവളെ കണ്ടിട്ട്. ഭക്ഷണം ഉണ്ടാക്കലാണോ അവൾക്ക് ഇത്ര വലുത്? വീട്ടിലെത്തിയപ്പോൾ ഷഹന വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ കെട്ടിപ്പിടിക്കാൻ തോന്നി. ഞാൻ അവളെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. അവൾ അടുക്കളയ്ക്ക് വെള്ളമെടുക്കാൻ പോയി. ദിവസം മുഴുവൻ അതിഥികൾ വന്നു. വീട്ടുകാർ സന്തോഷത്തിൽ. ഷഹന അടുക്കളയിൽ നിന്ന് പുറത്തു വന്നില്ല. വരുന്ന ആളുകൾക്ക് ചായയും ഭക്ഷണവും നൽകിക്കൊണ്ടിരുന്നു. വൈകുന്നേരം അതിഥികൾ കുറഞ്ഞപ്പോൾ അക്ബർ ഷഹാനയെ കാണാൻ ശ്രമിച്ചു. പക്ഷേ അക്ബറിന്റെ ഉമ്മ അവനെ വിളിച്ചു. "അക്ബർ, ഇവിടെ വന്നിരിക്കൂ." അവന്റെ ഉമ്മ അവനോട് ഷഹനയുടെ കുറ്റം പറഞ്ഞു കൊടുത്തു. അവൾ എപ്പോഴും അടുക്കളയിലാണ്. അവൾക്ക് ജോലി തീരെയില്ല. രാവിലെ അവന്റെ ഇത്താത്തയും അവനോട് അവളുടെ കുറ്റം പറഞ്ഞു കൊടുത്തിരുന്നു. എന്തോ അവർക്ക് അവളോട് ഇഷ്ടമല്ലാത്തതുപോലെ അവന് തോന്നി. പക്ഷേ അവർ അവൻ്റെ ഉമ്മയല്ലേ, ഉമ്മ നുണ പറയൂ എന്ന് അവൻ വിചാരിച്ചു. അവൻ മിണ്ടാതെ ഇരുന്നു. രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ അവന് ഷഹനയോട് സംസാരിക്കാൻ അവസരം കിട്ടി. "നിനക്കെന്താ പറ്റിയേ? നീ തീരെ സംസാരിക്കുന്നില്ലല്ലോ. നീ മുന്നേ എന്തുപോലെ സംസാരിച്ചിരുന്നാളാ? നമ്മൾ ഒരേ ഓഫീസിലായിരുന്നപ്പോൾ നിന്റെ സംസാരം നിർത്താൻ ഞങ്ങളെല്ലാവരും പാടുപെട്ടിരുന്നു. ഓർമ്മയുണ്ടോ?" അവർ 2 പേരും ഒരേ ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആദ്യം ഷഹാനയെ കണ്ടപ്പോൾ തന്നെ അക്ബറിന് ഇഷ്ടപ്പെട്ടിരുന്നു. അവർ 3 വർഷം ഒരുമിച്ച് ജോലി ചെയ്തു. പിന്നെ അക്ബറിന് വിദേശത്തൊരവസരം കിട്ടി. അക്ബർ നാട്ടിലത്തെ ജോലി ഉപേക്ഷിച്ചു. പക്ഷേ അവൻ അവൻ്റെ ഷഹാനയെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. 2 വീട്ടിലും അവർ കഷ്ടപ്പെട്ട് സമ്മതിപ്പിച്ചതിന് ശേഷം അവർ രണ്ടാളും വിവാഹിതരായി. വിവാഹത്തിന് ശേഷം ആകെ 1 മാസം മാത്രമാണ് അവൻ നാട്ടിലുണ്ടായത്. ഷഹന എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ഫാത്തിമ കരഞ്ഞു. അവളെ ശാന്തമാക്കി ഉറക്കാൻ ഷഹാന ശ്രമിച്ചു. അക്ബർ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഫാത്തിമയുടെ കരച്ചിൽ അവനെ ഉണർത്തി. അക്ബർ എണീച്ചപ്പോൾ റൂമിലാരും ഉണ്ടായിരുന്നില്ല. അവൻ ഒറ്റയ്ക്കായിരുന്നു. അവൻ റൂമിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. ഷഹാന മാത്രം അടുക്കളയിൽ. അവൻ്റെ ഉമ്മ അവനോട് പറഞ്ഞു, "വാ അക്ബറെ, നമുക്ക് ഭക്ഷണം കഴിക്കാം." അവൻ അവൻ്റെ ഉമ്മാനോട് ചോദിച്ചു, "ഷഹാന എവിടെ?" അപ്പോൾ രഹന പറഞ്ഞു, "നീ പോയി ഫ്രഷ് ആയിട്ട് വാ." അക്ബർ അത് കേൾക്കാത്ത പോലെ നിന്നു. വീണ്ടും ചോദിച്ചു, "ഷഹാന എവിടെ? അവൾ ഭക്ഷണം കഴിച്ചോ?" അവൻ ഷഹാനയെ ഉറക്കെ വിളിച്ചു, "വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം." അവൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവനെന്തോ ശരിയല്ലാന്ന് തോന്നി. ദിവസം മുഴുവൻ ഷഹന വീട്ടിലത്തെ പണിയെടുത്തു. അവന് മനസ്സിലായില്ല എന്താ അവൾക്ക് പറ്റിയെന്ന്. അവൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് അവളുടെ പുഞ്ചിരി മാഞ്ഞത്. ദിവസങ്ങൾ കടന്നുപോയി. അക്ബർ ഷഹാനയെ സഹായിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം ഷഹാനയ്ക്ക് നടുവേദന ഉണ്ടായിട്ടും അവൾ അടുക്കളയ്ക്ക് പണിയെടുക്കാൻ പോയി. അക്ബർ റഹനയോട് സംസാരിക്കുന്നതിനിടയിൽ അവളെ സഹായിക്കാൻ എണീറ്റു. അതാർക്കും ഇഷ്ടപ്പെട്ടില്ല. റഹന അക്ബറിനോട് പറഞ്ഞു, "അക്ബർ, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. പക്ഷേ നീ ഇങ്ങനൊരു പെൺകോന്തനായി പോകരുത്. ആളുകൾ കണ്ടാൽ എന്താ വിചാരിക്കുക? അവളുടെ ജോലി അവൾ ചെയ്തോട്ടെ, അല്ലെങ്കിൽ എപ്പോഴും നീ ഇങ്ങനെ സഹായിക്കേണ്ടി വരും." റഹനയുടെ വാക്കുകൾ അക്ബറിന്റെ മനസ്സിൽ കൊണ്ടു. അക്ബർ വിദേശത്തുള്ള ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഓൺലൈൻ മേക്കപ്പ് ബിസിനസ് തുടങ്ങി. 3 കുട്ടികളായപ്പോൾ ജീവിതം ബുദ്ധിമുട്ടായി. അവർ നഗരത്തിലേക്ക് മാറി. ഷഹാന ജോലിക്ക് പോയി. അക്ബർ വീട്ടിൽ നിന്ന് ബിസിനസ് നോക്കി. ഷഹാന ക്ഷീണിതയായി. അക്ബർ അവളെ ഡോക്ടറെടുത്ത് കൊണ്ടുപോവാനുള്ള സമയം കണ്ടെത്തിയില്ല. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അക്ബർ രോഗിയായി. ഷഹാന മാത്രമാണ് അവൻ്റെ അടുത്തുണ്ടായിരുന്നത്. അവൻ്റെ വീട്ടുകാർ അവനെ തിരിഞ്ഞുപോലും നോക്കിയില്ല. ഷഹാനയോട് അവൻ്റെ വീട്ടുകാർ അനീതി കാണിച്ചുവെന്ന് അവന് മനസ്സിലായി. പക്ഷേ ആ ബോധം താൽക്കാലികമായിരുന്നു. അവർ വഴക്കിട്ടു. അക്ബർ എപ്പോഴും അവൻ്റെ വീട്ടുകാരെ വാക്കാണ് വിശ്വസിച്ചത്. ഷഹാനയുടെ സന്തോഷം അവൻ നഷ്ടപ്പെടുത്തി. അവർ 2 പേരും പിരിയാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഷഹാന രോഗിയായി. അക്ബറും കുട്ടികളും ഒറ്റയ്ക്കായിരുന്നു.
അവൻ്റെ വീട്ടുകാർ അവളെ ഒന്നും അന്വേഷിക്കുക പോലും ചെയ്തില്ല. അവളുടെ ഉമ്മ മാത്രമാണ് അവൾക്ക് വേണ്ടി വേവലാതിപ്പെട്ടത്. അക്ബർ ഇരുന്ന് ആലോചിച്ചു. ഞങ്ങൾ എന്തിന് വഴക്കിട്ടു? രഹന എന്തിനാണ് അവളെ സഹായിക്കരുതെന്ന് എന്നോട് പറഞ്ഞത്? ഞാൻ എന്തിനാ അവൾ എപ്പോഴും തെറ്റാണെന്നു കരുതിയത്? ഞങ്ങൾ ഷെഹനയുടെ ജീവന്റെ തിളക്കം കെടുത്തി. ഞാൻ അവളെ പണം കൊണ്ട് മാത്രം പരിപാലിച്ചു. അവൻ ഷെഹനയോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. എന്തിനാണ് ലോകം പുരുഷന്റെ ക്ഷീണം മാത്രം കാണുന്നത്? സ്ത്രീയുടെ ക്ഷീണം എന്തുകൊണ്ടാണ് അവഗണിക്കപ്പെടുന്നത്? എല്ലാവരോടും ഞാൻ പറയും, എൻ്റെ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ സമയം നൽകൂ. അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കൂ. അവർക്ക് നിങ്ങളുടെ സ്നേഹവും സഹായവും വേണം.